ചാവക്കാട് ഓൺലൈനിന്റെ തെരഞ്ഞെടുപ്പ് വിശകലനം 2025 പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ 24 മുതൽ 33 വരെയുള്ള വാർഡുകളുടെ തെരഞ്ഞെടുപ്പ് വിശകലനമാണ്. ചാവക്കാട് നഗരസഭയുടെ ദിശ നിർണ്ണയിക്കുന്ന അവസാനത്തെ ഒരു 9 വാർഡ് 24 മുതൽ 33 വരെ എന്ന് പറഞ്ഞാൽ ആര് ഭരിക്കും, ചാവക്കാട് ഭരിക്കുമെന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ 24 മുതൽ 33 വരെയുള്ള വാർഡുകളാണ്. കാരണം അതിലാണ് 33ാമത്തെ വാർഡ് 32ാമത്തെ വാർഡൊക്കെ വളരെ നിർണായകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആ വാർഡിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വിശദമായി പറയാം. നമുക്ക് വാർഡ് 24 നിന്ന് തുടങ്ങാം അല്ലെ. വാർഡ് 24 ദ്വാരക ബീച്ചാണ്. ദ്വാരക ബീച്ചിന്റെ അവിടെ ദ്വാരക ബീച്ചിന്റെ വാർഡ് 24 പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് വരെ LDF-ന്റേതല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയും അവിടെ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് ചിരിക്കണം എന്തിനാ അത് പറഞ്ഞപ്പോ താങ്കൾക്ക് LDF അനുഭവം ഉള്ള പോലെ ഉണ്ടല്ലോ. പ്രേക്ഷകർ ചിന്തിക്കും എന്താണ് അനുഭവം കൊണ്ടല്ല, അതങ്ങനെയാണ് ആ വാർഡിന്റെ പ്രത്യേകത. അവിടെ LDF ഈ നമ്മുടെ നഗരസഭ രൂപീകരണം നടന്നതിന് ശേഷം മുതൽ അവിടെ LDF മാത്രമാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ PM നാസറാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. നാസറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സീനിയർ നേതാവാണ്, ചെറുപ്പക്കാരനാണ്. മാത്രമല്ല പോയ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ സ്ഥിരം പരിപാടി. അതായത് PM നാസർ എവിടെ മത്സരിക്കുന്നുണ്ടോ ആ സീറ്റിൽ അല്ല മത്സരിപ്പിക്കാൻ പലപ്പോഴും കൊണ്ടെടുത്താറ്. നഷ്ടപ്പെട്ട ഒരു പ്രാവശ്യം വാർഡ് 28 സ്ഥിരം UDF-ന്റെ വാർഡാണ്. ഒരു പ്രാവശ്യം LDF കൊണ്ടുപോയപ്പോൾ അവിടെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നാസറിനെ നിർത്തി. നാസർ അത് തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ ഈ വാർഡ് 32 അതുപോലെ അവിടെ നാസർ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ അതിന് മുന്നേ മറ്റൊരു വാർഡുകളും ഇതിൽ നഷ്ടപ്പെട്ടു പോയി. UDF-ന് നഷ്ടപ്പെട്ട് LDF കൊണ്ടുപോയ വാർഡുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് നാസർ നിർവഹിക്കുക. തിരിച്ചു പിടിക്കലല്ല, ഇപ്പോഴത്തെ ദൗത്യം പിടിച്ചെടുക്കലാണ്. അങ്ങനെയാണെങ്കിൽ 24 PM നാസർ അദ്ദേഹത്തിന്റെ പാരമ്പര്യം തെളിയിക്കണമെങ്കിൽ താങ്കളുടെ ചിരി നഷ്ടപ്പെടൂല്ലേ? അല്ല, ഒന്നുകൂടെ നന്നായി ചിരിക്കാൻ പറ്റുന്നല്ലോ. ഏതായാലും നമ്മുടെ ചിരി ആരായാലും ചിരി തന്നെയാണ്. ചിരിക്കാം, നമുക്ക് സന്തോഷം. UDF-ന് വേണ്ടി ജനഹിതത്തിൽ നമുക്ക് സന്തോഷിക്കാം. UDF-ന് വേണ്ടി PM നാസർ മത്സരിക്കുമ്പോൾ LDF-ന് വേണ്ടി KV സന്തോഷാണ് അവിടെ. KV സന്തോഷ് അവിടുത്തെ നേതാവാണ്, ബ്രാഞ്ച് സെക്രട്ടറി ആണ് CPM. അതെ. ഗിരിജാപ്രസാദാണ് നിലവിൽ അവിടുത്തെ സ്ഥാനാർത്ഥി. ഹരിദാസ് ആണ് BJPക്ക് അത്യാവശ്യം വോട്ടുള്ള ഒരു വാർഡാണ്. ദ്വാരക ബീച്ചിൽ നിന്ന് കേട്ടാൽ തന്നെ അവിടെ അത്യാവശ്യം പേര് അവിടെ ഉണ്ട്. SDPI അവിടെ മത്സരിക്കുന്നുണ്ട്. SDPIക്കും ഒരു നാസറാണ് മത്സരിക്കുന്നത്. അബ്ദുൽ നാസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നാസർ KM SDPIയുടെ സ്ഥാനാർത്ഥി. PM നാസർ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അതായത് സാധാരണ തെരഞ്ഞെടുപ്പിൽ 3 അല്ലെങ്കിൽ 4 സ്ഥാനങ്ങളാണ്. ഒന്ന് സീറ്റ് നിലനിർത്തുക, പിന്നെ സീറ്റ് തിരിച്ചു പിടിക്കുക, പിന്നെ സീറ്റ് പിടിച്ചെടുക്കുക. തിരിച്ചുപിടിക്കലും പിടിച്ചെടുക്കലും നിലനിർത്തലും. തിരിച്ചുപിടിക്കലും പിടിച്ചെടുക്കലും നമ്മൾ വ്യത്യാസം. അതെ, തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റിംഗ് അല്ലെങ്കിൽ LDF-ന്റെ UDF-ന്റെ വാർഡായിരിക്കും. അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പിടിക്കുക. പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഒരു കാലത്ത് കിട്ടാത്ത ഒരു LDF-ന്റെ വാർഡാണെങ്കിൽ അത് UDF-ന് പിടിച്ചെടുക്കുക, UDF-ന്റെ വാർഡാണെങ്കിൽ UDF-ന് പിടിച്ചെടുക്കുക. നാസറിന് അവിടെ കൊടുത്തത്. അതാണ് നാസറിന് അവിടെ കൊടുത്തിട്ടുള്ളത്. വിജയിക്കുകയില്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും നാസറിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ്, യുദ്ധമാണ്, തന്ത്രമാണ്. അത് എന്തൊക്കെ തന്ത്രങ്ങൾ അവിടെ പലരും പറയാണ്ട് രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടാവില്ല 3 ഭാവനാഴിയിൽ എന്തൊക്കെയുണ്ട് ബാക്കി എന്നറിയില്ല. നമുക്ക് വാർഡ് 25ലേക്ക് പോവാം. വാർഡ് 25 പുളിച്ചിറക്കെട്ട് വെസ്റ്റ് ആണ്. അവിടെ UDF-ന് വേണ്ടി അബ്ദുസലാം മത്സരിക്കുന്നു, LDF-ന് വേണ്ടി ഷീജ പ്രസാദ്. ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ വാർഡ് 24, വാർഡ് 25, വാർഡ് 26, വാർഡ് 27 ഇതൊക്കെ പറഞ്ഞാൽ അവിടെ സാധാരണയായിട്ട് LDF സ്ഥിരം വിജയിച്ചു വരുന്ന വാർഡുകളാണ്. അതെ, പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥ. ഇപ്പൊ UDF അവിടെ വിജയിക്കാൻ തന്നെ വേണ്ടിയാണ് മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ വട്ടം 2020 കുറെ പ്രശ്നങ്ങൾ UDF-ൽ ഉണ്ടായിരുന്നു. ഈ വട്ടം 25 ഷീജ പ്രശാന്താണ് നമ്മൾ ചെയർപേഴ്സൺ. ഷീജ പ്രശാന്താണ് അവിടെ മത്സരിച്ചത്. കഴിഞ്ഞ തവണ ഷീജ പ്രശാന്ത് 26-ലായിരുന്നു. ഇപ്പൊ 25 CPM-ന്റെ രമ്യ ബിനോഷ് ആയിരുന്നു, ബിനേഷ് ആയിരുന്നു അവിടുത്തെ വാർഡ് മെമ്പർ. ആ വാർഡിലാണ് അബ്ദുസലാമിനെ നിർത്തിയിട്ട് നേരത്തെ എഡിറ്റർ പറഞ്ഞ പോലെ പിടിച്ചെടുക്കലോ തിരിച്ചു പിടിക്കലോ എനിക്ക് തോന്നുന്നു ആ ഒരു ലിജി ബിജു ആണ് അവിടെ മത്സരിക്കുന്നത്. എന്നാൽ പുളിച്ചിറക്കെട്ട് ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് വാർഡ് 26 ആണ്. അവിടെയായിരുന്നു ഷീജ പ്രശാന്ത് കഴിഞ്ഞ തവണ മത്സരിച്ചു. അവിടെ LDF-ന് സ്ഥിരമായി ജയിക്കുന്ന ഒരു വാർഡാണ്. അവിടെ വേലായുധൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സനൂപ് UDF-ന്റെ സ്വപ്ന ബാബു. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഷുവറായിട്ട് കാണുന്ന ചില വാർഡുകളിൽ ഇതാണ് ഈ പറഞ്ഞ പുളിച്ചിറക്കെട്ട്. അതിൽ വേറെ രസമുണ്ട്. CPM-ന് വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലാണ്. വനിതാ സ്ഥാനാർത്ഥികളെ മാത്രമല്ല ജനറൽ വാർഡുകളിലൊക്കെ വനിതകൾ നിൽക്കുന്നുണ്ട്. രണ്ട് കാരണമായിരിക്കും. നല്ല പുരുഷ സ്ഥാനാർത്ഥികൾ കിട്ടാനിട്ടാവാം, അല്ലെങ്കിൽ കഴിവുള്ള വനിതകൾ ഉണ്ട് എന്നുള്ളതാണ് LDF-ന്റെ. കഴിവുള്ള പുരുഷന്മാരില്ല.
ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ലാന്നും പറയാൻ പറ്റില്ല. അതായത് ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, അതായത് വനിതകൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. അതെ അതെ, തീർച്ചയായും. ഞങ്ങൾ അവിടെയൊക്കെ ജനറൽ സീറ്റിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വനിതകൾക്കാണ് പ്രാധാന്യം എന്നുള്ള രീതിയിലാണ്. അത് CPM-ന്റെ രാഷ്ട്രീയ തന്ത്രമായിട്ട് വാർഡ് 27 പരപ്പിൽ താഴെ അവിടെ KV ശശിയാണ് LDF-ന് സ്ഥാനാർത്ഥി. KV ശശി അവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. പക്ഷെ പിന്നീട് ബ്രാഞ്ച് സെക്രട്ടറിയെ മാറ്റി മറ്റൊരാൾ വന്നു. പക്ഷെ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ KV ശശി വീണ്ടും അവിടെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ സജീവമാവുകയും അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയെ വീണ്ടും മാറ്റി മറ്റൊരാളോടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയും ചെയ്തു. പിന്നീട് KV ശശി അവിടെ UDF-ന് മിഥുനാണ് മത്സരിക്കുന്നത്, BJP-ക്ക് സുബിൻ രാജാണ് മത്സരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വാർഡ് 27 LDF അഭിമുഖീകരിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ വാർഡ് 28 പോവുകയാണെങ്കിൽ ഇനിയാണ് ഞാൻ പറഞ്ഞ പുത്തൻകടപ്പുറം സൗത്ത്, അതായത് പുത്തൻകടപ്പുറം, കോട്ടപ്പുറം, അതുപോലെ പുതിയറ, അതായത് ചാവക്കാടിൻ്റെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ രീതിയിലുള്ള മത്സരം നടക്കുന്ന ചില സ്ഥലങ്ങളാണ്. പുത്തൻകടപ്പുറം കോൺഗ്രസിന്റെ അസ്മത്ത് അലിയാണ് അവിടുത്തെ സിറ്റിംഗ് മെമ്പർ. കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള ഒരു 2 ടീമാണ് മത്സരിക്കുന്നത്, ജസീനയും ബ്രിജിത. ജസീന അക്ബർ സ്വതന്ത്രയായിട്ട് UDF-ന്റെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. LDF-ന്റെ സ്വതന്ത്രമായിട്ട് ജസീന മത്സരിക്കുമ്പോൾ UDF അവിടെ 28 UDF വാർഡാണ്. അതായത് ബീർ സാഹിബ് പോലുള്ള ആളുകളൊക്കെ, അതായത് നഗരസഭാ ചെയർമാൻ പിതാവ് എന്നൊക്കെ പറയുന്ന ബീർ സാഹിബ് ഒക്കെ നിന്ന് മത്സരിച്ചിട്ട് വന്നിട്ടുള്ള വാർഡാണ് UDF-ന്റെ സിറ്റിംഗ് വാർഡാണ്. അത് തിരിച്ചു പിടിക്കാനാണ് സ്വതന്ത്രൻ എന്ന പേരിൽ ജസീന അക്ബറിനെ അവിടെ നിർത്തിയിട്ടുള്ളത്. അത് UDF-ന്റെ ഒരു കോട്ട എന്നൊക്കെ പറയാവുന്ന, അത് ഒരു വട്ടം LDF കൊണ്ടുപോയിട്ടുണ്ട് അവാർഡ് മുന്നേ. പക്ഷെ അത് നിലനിർത്താനാണ് UDF-ന് ശ്രമം. വാർഡ് 29 കോട്ടപ്പുറം. വാർഡ് 29 കോട്ടപ്പുറത്ത് LDF-ന് അഭിനി ശിവജി, UDF-ന് ഫസീന സുബൈർ, ഇവർ രണ്ടുപേരും നിലവിൽ CPM-ന്റെ സിറ്റിംഗ് വാർഡാണ് കോട്ടപ്പുറം. കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഒരു കേന്ദ്രം എന്ന രീതിയിലേക്കാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആ സ്ഥലത്താണ് ഫസീന സുബൈറിലൂടെ LDF-നെ തോൽപ്പിച്ചുകൊണ്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കലോ പിടിച്ചു. വാർഡ് 29 രാധാകൃഷ്ണന്റെ ഒരു സിറ്റിംഗ് LDF-ന്റെ വാർഡാണ്. ഈ രാധാകൃഷ്ണൻ ഇത്തവണ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ആക്ച്വലി അവിടെ ജയിച്ചത്. അതായത് അതിനെ തൊട്ടു മുന്നേ ഉള്ള ടൈമില് വൻ ഭൂരിപക്ഷത്തിലാണ്, നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. LDF-ന് അവിടെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. ഇത്തവണ അത് താഴത്തേക്ക് പോയി UDF കയറി വരുമോ എന്നതാണ് ശ്രമം UDF-ന്റെ. അങ്ങനെ ആക്കാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിലനിർത്താനാണ് LDF അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ വാർഡ് 30 പുതിയറയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ LDF-ന് റമീജ ഹംസ ആണ് അവിടെ മത്സരിക്കുന്നത്. UDF അവിടെ സ്വതന്ത്രയാണ് ഇറക്കിയിട്ടുള്ളത്. BJP-ക്ക് അവിടെ സ്വതന്ത്ര നസ്രി മൊയ്തു ആണ് അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നത്. BJP-ക്ക് അവിടെ സുഗന്ധവേണി വാലിപ്പറമ്പിൽ. BJP കുറച്ച് വോട്ടുള്ള CPM-ന്റെ KK മുബാറക്കിന്റെ വാർഡാണ്. അതായത് ഇപ്പൊ സിറ്റിംഗിൽ അവിടെ വൈസ് ചെയർമാൻ KK മുബാറക്കാണ്. അവിടെ നസരി കുഞ്ഞു മൊയ്തൂൻ എന്തിനാ സ്വതന്ത്രമായിട്ട്? ഈ നസരി കുഞ്ഞു മുഹമ്മദിന് ചില പ്രത്യേകതകളുണ്ട്. അതായത് ഒരു 20 വർഷം മുന്നേ, 15 വർഷം മുന്നേ അവിടെ വാർഡ് 30 സ്ഥാനാർത്ഥി നസരി കുഞ്ഞു മൊയ്തൂൻ സ്വതന്ത്രമായിട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥിരമായ UDF-ന്റെ ആ ഒരു വാർഡ് LDF-ലേക്ക് തിരിച്ചു പിടിച്ചത് നസ്രിയ കുഞ്ഞുമൊയ്താണ്. ആ നസ്രിയ കുഞ്ഞുമൊയ്തിനെ സ്വതന്ത്രമായി നിർത്തിയിട്ടാണ് ഇത്തവണ ലീഗ് ആ വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ UDF-ന്റെ റിബല് അത്യാവശ്യം വോട്ട് നേടിയിട്ടുണ്ട്. നബീലായിരുന്നു UDF റിബല്, അതുപോലെ തന്നെ ഒരു മജീദ് ആയിരുന്നു അവിടുത്തെ ലീഗ് സ്ഥാനാർത്ഥി. അവരൊക്കെ വമ്പൻ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് KK മുബാറക്ക്. ഈ പുതിയ ഭാഗത്തൊക്കെ ലീഗ് വാർ റൂം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം അന്ന് ഇപ്പൊ വാർ റൂം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് തുടങ്ങിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണ അങ്ങനെ ഒരു ഛിദ്രത UDF-ൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാണ് ഒറ്റക്കെട്ട് നിന്നുകൊണ്ട് ഈ വാർഡ് തിരിച്ചു പിടിക്കാനാണ് UDF ശ്രമിക്കുന്നത്. അവിടെ ലീഗിനെതിരെ കോൺഗ്രസ് അന്ന് റിബലിനെ നിർത്തിയിരുന്നെങ്കിലും പക്ഷെ ഇന്ന് UDF-ന്റെ ഐക്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, സ്വതന്ത്രയായിട്ട് നിൽക്കുന്നത്. അതായത് കോണി ചിഹ്നത്തിലല്ല നിൽക്കുന്നത്, അവിടെ സ്വതന്ത്ര ആയിട്ട് പാർട്ടി ചിഹ്നമില്ലാതെയാണ് നസ്രി കുഞ്ഞുമൊയ്തു UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരം. ഒരു വാർഡ് റൂം അവിടെ തുറന്നിട്ടുണ്ട്, ഒരു യുദ്ധമുഖം തുറന്നിട്ടുണ്ട്. ഈ റമീജ ഹംസ LDF-ന്റെ ശക്തയായ സ്ഥാനാർത്ഥിയാണ്. LDF-ന്റെ നിലവിലെ സിറ്റിംഗ് ആണ്. LDF-ന്റെ സിറ്റിംഗ് എന്ന് പറഞ്ഞാല് തുടർച്ചയായി 15 വർഷമായിട്ട് തുടർച്ചയായി LDF-ന്റെ സീറ്റാണത്. ആ സീറ്റ് നിലനിർത്തുക, 4ാം തവണ നിലനിർത്തുക എന്നുള്ള ശ്രമമാണ് നമ്മളെ റമീജ ഹംസ ആശാ വർക്കറും കൂടിയായിരുന്നു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സുപരിചിത എന്നുള്ള സംഗതിയും കൂടെ ഉണ്ട്. ഇതൊക്കെ മറികടന്ന് വേണം നസ്രി കുഞ്ഞുമൊയ്തു താൻ LDF-ന് കൊണ്ടുകൊടുത്ത സീറ്റ് തിരിച്ച് UDF-ന് പിടിച്ച് നൽകാൻ. ഈ ശ്രമമാണ് അവിടെ ഒരു യുദ്ധമുഖം, വാർ റൂം തുറന്നുകൊണ്ട് UDF ശ്രമിച്ചു. വാർഡ് 30-ന്റെ ചിത്രം അതാണെങ്കിൽ വാർഡ് 31-ലേക്ക് പോവുകയാണ്. തിരുവത്രയാണ്. അവിടെ പ്രജിത രാജു BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ
മസീന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ലിഷ മത്രങ്കോട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി. അത് CPM-ന്റെ MR രാധാകൃഷ്ണൻ ജയിച്ചൊരു വാർഡ് കൂടിയാണത്. ഇത് വാർഡ് 33 പറഞ്ഞു കഴിഞ്ഞാൽ അത് LDF വാർഡ് എന്നാണ് പറയപ്പെടുക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് 31-ലെ 2ാം സ്ഥാനത്ത് BJP ആണ്. അവിടെ BJP-യും LDF-ഉം, അതായത് NDA-യും LDF-ഉം തമ്മിലാണ് അവിടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത്. അവിടെ മസീന സ്വതന്ത്രൻ എന്ന് പറയുന്നത് ലീഗ് സ്ഥാനാർത്ഥിയാണ്. ഒരു പ്രതീക്ഷയും സാധാരണ പാർട്ടി തന്നെ വെക്കാത്ത ഒരു വാർഡാണത്. പക്ഷെ അവരുടെ നില മെച്ചപ്പെടുത്തുവാനാണ് ഇത്തവണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലിഷ മത്രങ്കോട്ട് കഴിഞ്ഞതിനെ തൊട്ട് മുന്നത്തവണ കൗൺസിലറാണ് അവിടെ. പിന്നീടാണ് MR രാധാകൃഷ്ണൻ വീണ്ടും അവിടെ ജനവിധി കൗൺസിലറായത്. ഇപ്പൊ ലിഷ മത്രങ്കോട്ട് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിച്ച് അവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലിഷ മത്രങ്കോട്ടാണ് അവിടുത്തെ LDF. അവിടെ LDF ആണോ BJP ആണോ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അപ്പോൾ അവിടെ ശക്തമായ മത്സരമാണ് LDF കാഴ്ചവെക്കുന്നത്. എങ്കിൽ വാർഡ് 32 പുത്തൻകടപ്പുറത്തേക്ക് പോവാം. പുത്തൻകടപ്പുറം എന്ന് പറഞ്ഞാൽ ഗോപപ്രതാപം മത്സരിക്കുന്ന വാർഡ് എന്ന രീതിയിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. കാരണം ചാവക്കാട് നഗരസഭ ഈ ഇലക്ഷന് അതിന്റെ ഇലക്ഷന് LDF-ന്റെ 20 വർഷത്തെ ഭരണത്തെ ഇല്ലാതെയാക്കി UDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി CA ഗോപപ്രതാപന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അവിടെ മത്സരിക്കുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ചാവക്കാട് നഗരസഭ UDF പിടിച്ചെടുക്കുകയാണെങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചാവക്കാട് ചെയർമാനായിട്ട് പരിഗണിക്കപ്പെടാൻ കൂടുതലും സാധ്യതയുള്ള ആളാണ് CA ഗോപപ്രതാപന്. പക്ഷെ അവിടെ LDF-ന്റെ KM അലിയാണ് ആരും നേരിടുന്നത്. KM അലി അത്ര നിസ്സാരക്കാരനല്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് അങ്ങേക്ക് പറയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 32 വാർഡ് 32-ന്റെ ഒരു ചിത്രം എന്തായിരിക്കും? വാർഡ് 32-ൽ നിലവിൽ എനിക്ക് തോന്നുന്നു അവിടെ 4 സ്ഥാനാർത്ഥികളുണ്ട്. LDF-ഉം അതുപോലെ തന്നെ UDF-ഉം ഒരു SDPI-യും മറ്റൊരു സ്വതന്ത്രനുമാണുള്ളത്. ഈ ഗോപപ്രതാപൻ UDF-ന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ്. അതേപോലെ തന്നെ അലി LDF-ന്റെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ CITU ഒരു സംസ്ഥാന കൂടിയാണ്, നേതാവാണ്. ഈ വലിയ സ്ഥാനാർത്ഥി പാർട്ടി ലെവലിൽ വളരെ ഭാരവാഹിത്വമൊക്കെ ഉള്ള വലിയ നേതാക്കന്മാരാണ് ഈ വാർഡ് 32-ൽ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന, എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഇലക്ഷൻ പ്രവർത്തനങ്ങളൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വാർഡും കൂടിയാണ് വാർഡ് 32. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഗോപപ്രതാപൻ ജയിച്ചു വരികയാണെങ്കിൽ ചെയർമാൻ ആവാൻ വരെ, അതായത് UDF-ന് ഈ ഭരണം കിട്ടുകയാണെങ്കിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വരാൻ തന്നെ സാധ്യതയുള്ള ആളാണ്. ഗോപപ്രതാപന്റെ രാഷ്ട്രീയ ജീവിതം CPM-ലൂടെയാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ DYFI മുതലൊക്കെയാണ് ആരംഭിക്കുന്നത്. വളരെ സജീവമായ DYFI CPM പ്രവർത്തകരായിരുന്നു. പിന്നീട് CPM-വുമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും CPI-ലേക്ക് പോവുകയും CPI-ൽ കുറഞ്ഞ കാലം നിലനിന്ന് അവിടുന്ന് കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തയാളാണ് ഗോപപ്രതാപൻ. ഇതിന്റെ പല കുടിപ്പകയൊക്കെ പാർട്ടി തലത്തിൽ ഗോപപ്രതാപൻ നേരിട്ടിട്ടുണ്ട്. ഗോപപ്രതാപന്റെ സഹോദരൻ മോഹനൻ വധക്കേസ് ഇതൊക്കെയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ ഒക്കെ വളരെ തീക്ഷണമായ രാഷ്ട്രീയ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗോപപ്രതാപൻ. ആ ഗോപപ്രതാപൻ ഇന്ന് കോൺഗ്രസിന്റെ ഈ മേഖലയിലെ അമരക്കാരനാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായിട്ട് വരാവുന്ന KPCC-യുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരെ നെക്സ്റ്റ് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഗോപപ്രതാപൻ. ഗോപപ്രതാപൻ മത്സരിക്കുന്നത് UDF-ന്റെ ശക്തമായ ഒരു കോട്ട എന്ന് പറയാവുന്ന വാർഡാണ് വാർഡ് 32. ഈ വാർഡ് 32-ലേക്ക് ഈ വാർഡ് വിഭജനത്തോടുകൂടി അല്ലെങ്കിൽ പുതിയ വിഭജനത്തിൽ കൂടുതൽ UDF വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാർഡിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, നേരത്തെ പറഞ്ഞ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇവിടെ KM അലിക്ക് പാർട്ടി നൽകിയിട്ടുള്ളത്. KM അലി ഇതുപോലെ 2 തവണ മത്സരിക്കുകയും പരാജയം എന്തെന്ന് അറിയാത്ത വ്യക്തിയാണ്. ജനകീയനാണ് KM അലി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായ CPM പ്രവർത്തനാണെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആഹാരപത്രം പണിയെടുക്കുന്ന അലിയെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വകഭേദങ്ങൾ പ്രകടിപ്പിക്കാറോ അങ്ങനെ സമീപനം അദ്ദേഹത്തിന് ഉണ്ടാവാറില്ല. എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവർക്കും വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ 32-ൽ നിർത്തിക്കൊണ്ട് ആ വാർഡ് പിടിച്ചെടുക്കാൻ കഴിയുമോ, ഗോപപ്രതാപൻ എന്ന രാഷ്ട്രീയ അധികായനെ മലർത്തി അടിക്കാൻ കഴിയുമോ എന്നാണ് LDF-ന്റെ ശ്രമം. എന്നാൽ ഗോപപ്രതാപൻ വളരെ സജീവമായിട്ട് അവിടെ ഗോപപ്രതാപനെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അടിയൊഴുക്കുകളൊക്കെ തിരിച്ചറിഞ്ഞ് എല്ലാവിധ ഗ്യാപ്പുകളും ഉള്ള ഒരു പ്രവർത്തനം ഗോപപ്രതാപൻ നടത്തുന്നുണ്ട്. എന്നാൽ അലി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ വിജയങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. ഗോപപ്രതാപനാകട്ടെ ആദ്യമായിട്ടാണ് ജനവിധി
തേടുന്നത്. STPക്ക് അവിടെ മുജീബ് കുന്നത്തെ സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ കമറുദ്ദീൻ പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെയുണ്ട്. വാർഡ് 33 പോകുന്നത് പുത്തൻകടപ്പുറമാണ്. അവിടെ ഉമ്മുർ അഹമ്മദാണ് LDFന്റെ സ്ഥാനാർത്ഥി. തനൂജ ഷാഫിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. സുറുമി മുജീബ് STPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വാർഡ് 33 പുതുതായിട്ട് കൂടിച്ചേർന്ന വാർഡാണ് ചാവക്കാട് നഗരസഭയിൽ. വാർഡ് 33ന്റെ പ്രത്യേകത, വാർഡ് 33 ശരിക്ക് പല ഭാഗങ്ങളിലുള്ള ആ പരിസരത്തുള്ള UDF വോട്ടുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു വാർഡാണ് എന്നുള്ളത് കൊണ്ട് ഉമ്മുർ അഹമ്മദ് കഴിഞ്ഞ കൗൺസിലറാണ് 1ാം വാർഡിലെ കൗൺസിലറെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ടാണ് ഈ 33 എന്ന പുതിയ വാർഡ് ആരുടെ ഒപ്പം നിൽക്കുമെന്ന ഒരു തീരുമാനം, രാഷ്ട്രീയമായ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി LDF ഉമ്മുർ അഹമ്മദിനെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുള്ളത്. അവിടെ തനൂജ ഷാഫിയാണ് UDFന്റെ സ്ഥാനാർത്ഥി. അവിടെ വളരെ ഈസി വിജയമാണ് UDFകാർ പ്രതീക്ഷിക്കുന്നതെങ്കിലും ശക്തമായ എതിരാളിയെയാണ് LDF അവിടെ ഉമ്മുർ അഹമ്മദിനെ നിർത്തിയിട്ടുള്ളത്. സുറുമി മുജീബ് എന്ന് പറഞ്ഞിട്ട് STPയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്. ഇതാണ് ചാവക്കാട് 33 വാർഡുകളുടെ 3 എപ്പിസോഡ്. കഴിഞ്ഞ 3 എപ്പിസോഡ്, ഈ എപ്പിസോഡ് അടക്കം 3 എപ്പിസോഡിൽ നമ്മൾ 1 മുതൽ 33 വരെയുള്ള വാർഡുകൾ വിശദമായിട്ട് തന്നെ വിശകലനം ചെയ്തു. പക്ഷേ ചാവക്കാട്ട് അറിയപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ UDFന്റെ ഒരു അവകാശവാദം എത്ര വരെ സീറ്റുകൾ നേടുമെന്നാണ്. UDF സ്വാഭാവികമായിട്ട് അവർക്കൊരു അവകാശവാദം ഉണ്ടാവും. കാരണം പറയപ്പെടുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ വട്ടം മത്സരിച്ച പോലെയുള്ള സാഹചര്യത്തിലല്ല UDF മത്സരിക്കുന്നത്. വിജയപ്രതീക്ഷയിലാണ് അവർ മത്സരിക്കുന്നത്. എന്താണ് അവരുടെ ഒരു ടോട്ടൽ, താങ്കളെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകർ LDF പ്രവർത്തകർ പറയുന്നതെന്ന് വെച്ചാൽ LDF നേതാക്കളും പറയുന്നത് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് പോലും UDF നൽകില്ല. UDFകാരുടെ പ്രതീക്ഷ ഒരു 18 സീറ്റെങ്കിലും നിശ്ചയമായിട്ടും UDFന്റെ കൂടെ ഉണ്ടാവും. 18 സീറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭൂരിപക്ഷം ഉണ്ട്. ഭൂരിപക്ഷത്തിൽ 33 സീറ്റുകളാണല്ലോ ഉള്ളത്. 18 സീറ്റുകൾ അവർക്ക് ലഭിക്കും, ചുരുങ്ങിയത് എന്നാണ്. 18 മുതൽ അങ്ങോട്ട് വേലേക്കാണ് കുറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല സീറ്റുകളും LDFന്റെ സിറ്റിംഗ് സീറ്റുകളെ എങ്ങനെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ഈ മെമ്പർമാര് അവരുടെ 5 വർഷത്തെ ടേമിൽ വളരെ ജനകീയമായ പ്രവർത്തനമാണ് അവർ നടത്തിയെങ്കിൽ കേവലം രാഷ്ട്രീയ പോരാട്ടം കൊണ്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് 18 സീറ്റ് എന്ത് ചെയ്യും ഞങ്ങൾ നേടി ചാവക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുമെന്നല്ലേ UDF പറയുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം മുതലേ നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFും അതുപോലെ തന്നെ LDFും വളരെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. വളരെ കഴിവുള്ള സ്ഥാനാർത്ഥികളാണ് രണ്ടു കൂട്ടരും നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇവിടെ UDF ഭരണത്തിൽ വന്നാലും LDF ഭരണത്തിൽ വന്നാലും ചാവക്കാട് നഗരസഭയ്ക്ക് ലഭിക്കുന്ന കൗൺസിൽ നല്ല ഒരു കൗൺസിലായിരിക്കും. പ്രഗത്ഭരായ കഴിവുള്ള യുവാക്കളും പക്വതയും ഒക്കെയുള്ള ആളുകൾ കൂടി ചേർന്ന ഒരു നഗരസഭ കൗൺസിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് LDF വന്നാലും UDF വന്നാലും. കാരണം രണ്ടുപേരുടെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ ഒരു മികവ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയിച്ച് മത്സരം രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മാത്രമാണ് പാർട്ടികളുള്ളത്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ഒറ്റ ഭരണസമിതിയാണ്. അവർക്ക് എല്ലാവർക്കും അതിൽ റോളുകളുണ്ട്. ഒരുമിച്ച് നിന്ന് ആ നഗരസഭയെ, ആ പഞ്ചായത്തിനെ വികസനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നഗരസഭയെ അതിന്റെ വികസനത്തിന്റെ പാരമ്യതയിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു കൗൺസിലായിരിക്കും LDF ആയാലും UDF ആയാലും ചാവക്കാട് നഗരസഭക്ക് ലഭിക്കുക എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അങ്ങനെ ഒരു കൗൺസിൽ ഉണ്ടാകട്ടെ. മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ. ചാവക്കാട് ഓൺലൈനിന്റെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ ഇന്ന് ഈ ഒരു 3 എപ്പിസോഡിലെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ജനങ്ങൾ തീരുമാനിക്കും. 13-ാം തീയതി നമുക്ക് അറിയാം ആരാണ് ഇവിടെ വിജയിക്കുന്നതെന്നും ആരാണ് ഇവിടെ ഭരിക്കുന്നതെന്നും.